ഹലോ മക്കളെ, വെൽക്കം ടു ഫീനിക്സ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചറാണ്. എൻ്റെ പേര് സ്വാതി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് SSLC കെമിസ്ട്രിയിലെ 7ാമത്തെ ചാപ്റ്ററാണ് ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതുവരെ നമ്മൾ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ ടോപ്പിക്സ് ഒക്കെ നല്ല താറവായിട്ട് പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചില പ്രധാന ഓർഗാനിക് സംയുക്തങ്ങളാണ്. അതിൽ ആൽക്കഹോളുകൾ വരും, കാർബോക്സിലിക് ആസിഡുകൾ വരും, എസ്റ്റേഴ്സ് വരും കേട്ടോ. അപ്പം കുറച്ച് ഓർഗാനിക് സംയുക്തങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ആൽക്കഹോളുകൾ. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് 2 ആൽക്കഹോൾ സംയുക്തങ്ങളാണ് പഠിക്കാനുള്ളത്. 2 സംയുക്തങ്ങൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. CH3OH, CH3CH2OH. ഇതിന്റെ IUPAC നാമം നമുക്കൊന്ന് എഴുതിയാലോ? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. CH3OH എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പേര്? മെഥനോൾ എന്നാണ് അതിന്റെ പേര് കേട്ടോ, മെഥനോൾ. CH3CH2OH 2 കാർബൺ ആറ്റംസ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ എഥനോൾ എന്ന് വിളിക്കും. എഥനോൾ. ഇനി നമുക്ക് മെഥനോളിനെ പറ്റി പഠിച്ചാലോ? നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പാരഗ്രാഫ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ കുറച്ച് പോയിന്റ് ആയിട്ട് നമുക്കിതിൽ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് പോസ് ചെയ്തിട്ട് ഈ പോയിന്റ്സ് ജസ്റ്റ് എഴുതിയെടുത്തിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ പാരഗ്രാഫ് വഴി പഠിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ പോയിന്റ് വൈസ് പഠിച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ മെത്തനോളിന്റെ യൂസസ് എന്തൊക്കെയാണ്? മെത്തനോളിന്റെ ഉപയോഗങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, പെയിന്റ് നിർമ്മാണത്തിലെ ലായകമായിട്ട് നമ്മൾ ഉപയോഗിക്കും അല്ലെ. പെയിന്റ് നിർമ്മാണത്തില് സോൾവെന്റിന്റെ പെയിന്റ് മാനുഫാക്ചർ, അതേപോലെ വാർണിഷ്, ഫോർമാലിൻ എന്നിവയുടെ നിർമ്മാണത്തിലെ അഭികാരകം എന്ന് പറഞ്ഞാൽ റിയാക്ടന്റ്. ഓക്കെ, അപ്പൊ പെയിന്റ് നിർമ്മാണത്തിൽ ഒരു സോൾവെന്റുമായിട്ട് ഉപയോഗിക്കുന്നു. വാർണിഷ്, ഫോർമാലിൻ എന്നിവയുടെ മാനുഫാക്ചറിൽ നമ്മളൊരു റിയാക്ടന്റ് ആയിട്ട് ആരെ ഉപയോഗിക്കുന്നു? മെത്തനോളിനെ ഉപയോഗിക്കുന്നു. അപ്പം മലയാളം മീഡിയക്കാര് ആ പോയിന്റ്സ് എടുത്തെഴുതുക, ഇംഗ്ലീഷ് മീഡിയക്കാര് ഈ 2 പോയിന്റ്സ് എടുത്തെഴുതുക. ഓക്കെ, ഇനി നമുക്കിതിന്റെ വ്യാവസായിക നിർമ്മാണം നോക്കാം. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ. വ്യാവസായിക നിർമ്മാണം എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? CO. ആരാണിത്? CO കാർബൺ മോണോക്സൈഡ് ആണ് അല്ലെ. അപ്പൊ കാർബൺ മോണോക്സൈഡ് നല്ല ഉയർന്ന മർദ്ദത്തിലും ഉയർന്ന താപനിലയിലും, ഉയർന്ന ഊഷ്മാവിലും ഉയർന്ന മർദ്ദത്തിലും ഒരു ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ ആരുമായിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്? ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിപ്പിച്ചിട്ടാണ് നമുക്ക് ആരെ കിട്ടുന്നത്? മെത്തനോളിനെ കിട്ടുന്നത്, CH3OHനെ കിട്ടുന്നത്. എങ്ങനെയാണ്? മനസ്സിലാക്കി വെച്ചോ. കാർബൺ മോണോക്സൈഡ് ഉയർന്ന ഊഷ്മാവിലും ഉയർന്ന മർദ്ദത്തിലും, ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും, ആ ഒരു കണ്ടീഷനിൽ ഒരു ഉൽപ്രേരകം, ഒരു കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് മെത്തനോൾ കിട്ടുന്നത്. 2-3 തവണ ഇക്വേഷൻസ് എഴുതി പഠിക്കാം. ഇനി മെത്തനോളിനെ നമ്മൾ കോമൺ ആയിട്ട് ഒരു പേര് വെച്ച് വിളിക്കും, വുഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. കാരണം ഈ മെത്തനോൾ നിർമ്മിക്കുന്നത് ബൈ ദ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് വുഡ്. മരത്തിൽ നിന്നാണ് ഇതിനെ നിർമ്മിക്കുന്നത്. അത്രയും മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എത്തനോളിനെ വേറൊരു പേര് വെച്ച് വിളിക്കും. അപ്പൊ അത് രണ്ടും തമ്മിൽ കൺഫ്യൂസ് ആയി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മെത്തനോൾ ഉണ്ടാക്കുന്നത് മരത്തിൽ നിന്നാണ്, ബൈ ദ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ. മരത്തിന്റെ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ വഴിയാണ് നമ്മൾ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വുഡ് സ്പിരിറ്റ് എന്ന് പറയും മെത്തനോളിനെ. അപ്പൊ നമ്മൾ നമ്മുടെ ടെക്സ്റ്റിൽ ഇത്രയും പോർഷൻ നല്ല വൃത്തിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എത്തനോൾ ആണ്. എത്തനോൾ എഴുതുന്നത് എങ്ങനെയാന്ന് ശ്രദ്ധിച്ചോ? 2 കാർബൺ ആവും അല്ലെ. ഈതെയിൻ എന്ന് പറയുമ്പോൾ 2 കാർബൺ. എത്തനോൾ എന്ന് പറയുമ്പോൾ 2 കാർബണിന്റെ കൂടെ ഒരു OH ഫങ്ഷണൽ ഗ്രൂപ്പും കൂടി വരുന്നുണ്ട്, CH3CH2OH. ഇനി ഇതിന്റെ കുറച്ച് ഉപയോഗങ്ങൾ ഇവിടെ പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിന് പഠിക്കാൻ ഇവിടെ ഒരു പദസൂര്യൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു വേർഡ് വെബ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പം എന്തൊക്കെയാണ് ഇതിന്റെ ഉപയോഗം? ഈ പദസൂര്യൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ബിവറേജസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എഡിബിൾ ആണ് അല്ലെ എത്തനോൾ എന്ന് പറയുന്നത്. ബിവറേജസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലായകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഓർഗാനിക്
ലായകമായിട്ടാണ് നമ്മൾ, അതായത് സോൾവെന്റ് ആയിട്ട് നമ്മൾ ഓരോന്നിന്റെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട് എത്തനോളിനെ. വേറൊരു ഉപയോഗം എന്താണ്? ഒറ്റയ്ക്കോ മറ്റു സംയുക്തങ്ങളുമായി ചേർത്തോ ഇത് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഫ്യൂവലായിട്ട് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട് എത്തനോളിന്. പിന്നെ മരുന്നുകളുടെ ലായകം, മരുന്നുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പ്രിസർവേറ്റീവ് ആയിട്ട്, അതായത് ഫുഡൊക്കെ ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് എത്തനോളിനെ ഉപയോഗിക്കുന്നുണ്ട്. പെയിന്റ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണത്തിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പദസൂര്യൻ നന്നായിട്ട് നിങ്ങൾ വരച്ച് പഠിക്കുക. അപ്പൊ എത്തനോളിന്റെ എത്ര ഉപയോഗങ്ങളുണ്ട്? 7 ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇതുപോലെ പദസൂര്യൻ നിങ്ങൾ പൂർത്തിയാക്കിയിട്ട് വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. ഇനി എത്തനോളിന്റെ മറ്റൊരു പേരാണ് ഗ്രേപ്പ് സ്പിരിറ്റ്. എത്തനോളിനെ നമ്മൾ ഗ്രേപ്പ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് തന്നെയാണ്. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു എത്തനോള് ബിവറേജസിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഗ്രേപ്സ് യൂസ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു കണ്ടന്റ് ആയിട്ട് എത്തനോൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഗ്രേപ്പ് സ്പിരിറ്റ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? എത്തനോൾ ബിവറേജസിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം ഗ്രേപ്പ് വൈനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എത്തനോളിന്റെ വ്യാവസായിക നിർമ്മാണമാണ്. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ. പഞ്ചസാരയുടെ നിർമ്മാണ സമയത്ത്, അതായത് പഞ്ചസാര നിർമ്മിക്കുന്ന സമയത്ത് ആ ഷുഗർ ക്രിസ്റ്റൽസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ഷുഗർ കിട്ടുന്നത് അറിയാം അല്ലെ, ക്രിസ്റ്റൽസ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഈ പഞ്ചസാരയുടെ നിർമ്മാണ സമയത്ത് ഈ ഷുഗർ ക്രിസ്റ്റൽസിനൊക്കെ റിമൂവ് ചെയ്തതിന്റെ ശേഷം, ഒക്കെ മാറ്റിയെടുത്തതിന്റെ ശേഷം അവിടെ അവശേഷിക്കുന്ന ഒരു മാതൃദ്രാവകം, അല്ലെങ്കിൽ നമുക്ക് മദർ ലിക്കർ എന്ന് ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ എങ്ങനെയാണ്? പഞ്ചസാര നിർമ്മാണ സമയത്ത് പഞ്ചസാര ക്രിസ്റ്റലുകളൊക്കെ നമ്മൾ മാറ്റി വെച്ചു. അതിൽ ബാക്കി അവശേഷിക്കുന്ന ഒരു മാതൃദ്രാവകം ഉണ്ടാവും, മദർ ലിക്കർ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മൊളാസസ് എന്ന് പറയുക. അപ്പൊ മൊളാസസ് എന്താണ്? ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ മൊളാസസ് ആണ് നമ്മൾ എത്തനോളിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മൊളാസസിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുക, നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിനെ നേർപ്പിക്കണം. മൊളാസസിനെ നമ്മൾ നേർപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈസ്റ്റ് ചേർക്കണം. ഈസ്റ്റ് നമുക്കറിയാലോ, ഈസ്റ്റ് എന്താണെന്ന്. ഈസ്റ്റ് നമ്മൾ അതിൽ ചേർക്കുമ്പോൾ എന്ത് പ്രോസസ്സ് അവിടെ നടക്കുക? ഫെർമെന്റേഷൻ, പുളിപ്പിക്കൽ നടക്കുന്നുണ്ട് അല്ലെ അവിടെ, ഈസ്റ്റ് അതിൽ ചേർക്കുമ്പോൾ. അപ്പൊ നേർപ്പിച്ച മൊളാസസിലേക്ക് ഈസ്റ്റ് ചേർത്തിട്ട് നമ്മൾ അതിനെ ഫെർമെന്റേഷൻ നടത്തിയിട്ട് 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എത്തനോൾ. അപ്പം എത്തനോൾ എങ്ങനെ നിർമ്മിക്കാന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഈസ്റ്റ് ചേർക്കുമ്പോൾ ഈസ്റ്റിൽ കുറച്ച് എൻസൈമുകൾ ഉണ്ട്. എന്തൊക്കെയാണ് എൻസൈമുകൾ? ഇൻവെർട്ടേസും സൈമേസും. നന്നായി പഠിച്ചു വെച്ചോ എൻസൈമുകളുടെ പേര്. ഈസ്റ്റിലുള്ള എൻസൈമുകളാണ് ഇൻവെർട്ടേസും സൈമേസും. അപ്പൊ ഈ 2 എൻസൈമുകളുടെ പ്രവർത്തനം മൂലമാണ് നമ്മുടെ നേർപ്പിച്ച മൊളാസസ് ആരായിട്ട് മാറുന്നത്? എത്തനോളായിട്ട് മാറുന്നത്. അപ്പൊ ഇതിന്റെ 2 ഇക്വേഷൻസ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. സൂക്രോസ്, നമ്മുടെ പഞ്ചസാര, മൊളാസസ് എടുക്കുന്നുണ്ട് അല്ലെ. ഈ പഞ്ചസാരേനെ നമ്മൾ ആദ്യം നേർപ്പിക്കുന്നുണ്ട്, എന്നിട്ട് നമ്മൾ അതിൽ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സൂക്രോസ് C12H22O11 + H2O നേർപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ ഈസ്റ്റിലുള്ള ഇൻവെർട്ടേസ് എന്ന എൻസൈമിന്റെ പ്രവർത്തനമായിട്ട് ഈ സൂക്രോസ് ഗ്ലൂക്കോസ് ആയിട്ടും ഫ്രക്ടോസ് ആയിട്ടും മാറുന്നു. ഇതിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും C6H12O6, ഇതും C6H12O6. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ C6H12O6നെ നമ്മുടെ ഈസ്റ്റിലുള്ള സൈമേസ് എന്ന എൻസൈം എന്താക്കി മാറ്റുന്നു? എത്തനോൾ ആക്കി മാറ്റുന്നു. അപ്പൊ ഈ 2 ഇക്വേഷൻസ് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. പഞ്ചസാര അല്ലെ, C12H22O11, നമ്മൾ അതിനെ ആദ്യം നേർപ്പിക്കുന്നു. ഇത് ഷുഗർ ആണ് കേട്ടോ. പഞ്ചസാരേനെ നേർപ്പിക്കുന്നു. എന്തിന്റെ പ്രസൻസിലാണ്? ഈസ്റ്റിലുള്ള ഇൻവെർട്ടേസ് എന്ന എൻസൈമിന്റെ പ്രസൻസിൽ നേർപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? C6H12O6 + C6H12O6. ഇതാരാണ്? ഗ്ലൂക്കോസ്, ഇത് ഫ്രക്ടോസ്. ഇനി ഈ C6H12O6
ഈസ്റ്റിലുള്ള മറ്റൊരു എൻസൈം ആയിട്ടുള്ള സൈമേസിന്റെ പ്രവർത്തനം മൂലം നമുക്ക് എന്ത് കിട്ടും? C2H5OH. ആരാണിത്? എത്തനോളാണ് അല്ലെ. എത്തനോളിനെ നമ്മൾ CH3CH2OH എന്നാണ് പറയുന്നത് അല്ലെ. ഇതാണ് ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. നമ്മൾ ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതുമ്പോൾ എങ്ങനെ എഴുതും? C2H5, 2 കാർബൺ ഉണ്ട്, അതുകൊണ്ട് C2H 5 എണ്ണം ഉണ്ട്, H5OH എന്ന് എഴുതും. അത്ര ഇതിൽ എഴുതിയിട്ടുള്ളൂ കേട്ടോ, കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പ്ലസ് 2CO2, 2 മോളിക്യൂൾസ്, ഒരു മോളിക്യൂൾ ഓഫ് നമ്മുടെ C6H12O6 സൈമേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 മോളിക്യൂൾസ് ഓഫ് എത്തനോളും 2 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുന്നു. ഈ 2 ഇക്വേഷൻസ് നന്നായി എഴുതി പഠിക്കുക 4-5 പ്രാവശ്യം കേട്ടോ. ഇനി ഈ ഒരു പ്രിപ്പറേഷൻ വഴി നമുക്ക് ലഭിക്കുന്ന എത്തനോൾ ഉണ്ടല്ലോ, നമ്മൾ 2 സ്റ്റെപ്പായിട്ട് എത്തനോളിന്റെ പ്രിപ്പറേഷൻ പഠിച്ചു അല്ലെ. ഇതുവഴി നമുക്ക് ലഭിക്കുന്ന എത്തനോളില് 8 മുതൽ 10% എത്തനോൾ കണ്ടന്റ് ഉണ്ടായിരിക്കുള്ളൂ. ബാക്കിയൊക്കെ വെള്ളമായിരിക്കും. മനസ്സിലായല്ലോ? അപ്പം 8 to 10% മാത്രമാണ് എത്തനോൾ അതിൽ അടങ്ങിയിരിക്കുള്ളൂ. അതിനെ നമ്മൾ പ്രത്യേകമായി വിളിക്കുന്ന പേരാണ് വാഷ് എന്ന് കേട്ടോ. വാഷ് എന്നാണ് പറയുന്നത്. അപ്പം 8 മുതൽ 10% എത്തനോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാഷ്. ഇതുപോലെ എത്തനോളിനെ നമ്മൾ പല പേരിലും വിളിക്കുന്നുണ്ട്. അതായത് പല കോൺസെൻട്രേഷനിലുള്ള എത്തനോളുകളെ നമുക്ക് പഠിച്ചുകൊണ്ട് പോവാം. നമ്മുടെ ടെക്സ്റ്റിൽ ഒരു വലിയ പാരഗ്രാഫായിട്ട് പേജ് നമ്പർ 127 കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് ഒരു പോയിന്റ് വിടാതെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് വൈസ് പഠിക്കാൻ നല്ല എളുപ്പമായിരിക്കും. മറ്റേത് ഒരു വലിയൊരു പാരഗ്രാഫാണ് അല്ലെ, തിരിഞ്ഞു പോവാനും മറന്നു പോവാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ, ഒന്ന് പോസ് ചെയ്തിട്ട്. അപ്പൊ വാഷ് എന്താന്ന് മനസ്സിലായല്ലോ. ഈ വാഷിനെ നമ്മൾ അംശിക സ്വേദനം നടത്തുന്നു. അംശിക സ്വേദനം എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഈ വാഷിന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ് ആണ് അല്ലെ. അപ്പൊ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്തനോൾ ഉണ്ടല്ലോ, അത് 95.6% എത്തനോൾ നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയാം. അപ്പൊ റെക്ടിഫൈഡ് സ്പിരിറ്റ് എത്ര പെർസെന്റേജ് എത്തനോളാണ്? 95.6% എത്തനോളാണ്. ഇനി നമ്മള് എത്തനോളിന് കുറെ വ്യാവസായിക ഉപയോഗങ്ങളുണ്ട് അല്ലെ, വളരെ അധികം ഉപയോഗങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്ന എത്തനോള്, നമുക്കറിയാം എത്തനോൾ ബിവറേജ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മദ്യപാനത്തിന് വേണ്ടിയിട്ട് ഇത് ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ, ഈ എത്തനോളിനെ ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വ്യാവസായിക മേഖലയിൽ ഇതിൽ കുറച്ച് പോയിസൺസ് ഉപയോഗിക്കും. കുറച്ച് വിഷപദാർത്ഥങ്ങൾ അതിൽ ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള, അതായത് വിഷപദാർത്ഥമായിട്ടുള്ള വിഷപദാർത്ഥങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള പോയ്സണസ് എത്തനോളിനെ നമ്മൾ ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്താണ്? വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന എത്തനോള്. ഇനി ഈ വിഷപദാർത്ഥമായിട്ട് നമ്മൾ മെത്തനോളിനെയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ മെത്തനോളിന്റെ പ്രിപ്പറേഷൻ പഠിച്ചു അല്ലെ. എന്തായിരുന്നു? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ആയിട്ട് ആണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് മെത്തനോൾ കിട്ടും. നമുക്കറിയാം കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഒരു വിഷവാതകമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവഴി കിട്ടുന്ന മെത്തനോൾ എന്ന് പറയുന്നത് ഇതും ഒരു വിഷപദാർത്ഥമാണ്. മെത്തനോൾ എന്ന് പറയുന്നത് ഒരു വിഷപദാർത്ഥമാണ്. അപ്പം എത്തനോളിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ പോയ്സണസ് സബ്സ്റ്റൻസസ് എത്തനോളിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ പോയ്സണസ് സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ മെത്തനോളിനെ ആഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. ഇത് നമുക്ക് ഓർത്ത് പിടിക്കാൻ കുറച്ച് എളുപ്പമുണ്ട് അല്ലെ. മെത്തനോള് ആഡ് ചെയ്തിട്ടുള്ള എത്തനോള്, അതിനെയാണ് നമ്മൾ മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയാം. ക്ലിയർ? ഇനി 99% പ്യുവർ ആയിട്ടുള്ള എത്തനോൾ, 99% പ്യുവർ എത്തനോളിനെ നമ്മൾ ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും. പിന്നെ ഈ ആബ്സല്യൂട്ട് ആൽക്കഹോള് പെട്രോളും ചേർത്തിട്ട് നമ്മൾ വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ കുറെ അങ്ങനെ നമ്മൾ നല്ല വ്യാപകമായിട്ടുണ്ട് അല്ലെ. വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ആബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്നൊരു മിക്സ്ചർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ പ്രത്യേകം പേരിട്ട് വിളിക്കുന്ന ഒരു പേരാണ് പവർ ആൽക്കഹോൾ. ഓക്കെ, അപ്പം ആബ്സല്യൂട്ട് ആൽക്കഹോളും
പെട്രോളും, ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്താണ്? 99% പ്യുവർ എത്തനോൾ. അതും പെട്രോളും ചേർന്നിട്ടുള്ള മിശ്രിതത്തിനെയാണ് നമ്മൾ പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അത് നമ്മൾ വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എത്തനോൾ നിർമ്മിക്കുന്ന ഒരു പ്രോസസ്സ് പറഞ്ഞു അല്ലെ, നമ്മുടെ മൊളാസസിൽ നിന്ന്. അത് കൂടാണ്ട് സ്റ്റാർച്ച് അടങ്ങിയ വസ്തുക്കളായിട്ടുള്ള ബാർലി, അരി, മരച്ചീനി മുതലായവിൽ നിന്നും എത്തനോൾ നിർമ്മിക്കാറുണ്ട്. അപ്പൊ 2 തരത്തിലും നിർമ്മിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ പഞ്ചസാരയുടെ ലാസ്റ്റ് കിട്ടുന്ന മൊളാസസിൽ നിന്ന് ഈസ്റ്റും ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാണ്ട് ബാർലി, അരി, മരച്ചീനി ഇതിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്? സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്നും കുറെ പ്രോസസ്സ് ചെയ്തിട്ട് എത്തനോൾ നിർമ്മിക്കാറുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് കാർബോക്സിലിക് ആസിഡുകൾ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പറ്റിയിട്ട്. ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്നതാണ് കാർബോക്സിലിക് ആസിഡുകൾ? COOH ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് സംയുക്തങ്ങളെയാണ് നമ്മൾ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുക അല്ലെ. അപ്പൊ കാർബോക്സിലിക് ആസിഡ്സ് ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് COOH ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇനി 2 കോമ്പൗണ്ട്സ് ഇവിടെ തന്നിട്ടുണ്ട്, CH3COOH. എന്താണ് ഇതിന്റെ പേര്? ഇതിന്റെ IUPAC നെയിം ഒന്ന് പറഞ്ഞേ നിങ്ങൾ. CH3COH എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് ഇതില്? 2 കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലെ. അപ്പം എന്താണ് വേർഡ് റൂട്ട് വരിക? എത്തൻ എന്ന് വരും. എത്തൻ COH ഗ്രൂപ്പ് ആയതുകൊണ്ട് എത്തനോയിക് ആസിഡ് എന്ന് നമ്മൾ വിളിക്കും. ഇനി ഇതോ CH3CH2COOH എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1 2 3. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറയും അല്ലെ. അപ്പൊ ഇതാണ് ഇതിന്റെ IUPAC നെയിംസ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ടേബിളിൽ അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല, സ്ട്രക്ചറൽ ഫോർമുല, IUPAC നെയിമും കോമൺ നെയിമും തന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഠിക്കാം. നമുക്കിതൊന്ന് എഴുതി നോക്കിയാലോ. ഒന്നാമത്തെ സംയുക്തത്തിന്റെ തന്മാത്രാവാക്യം അല്ലെങ്കിൽ കണ്ടൻസ്ഡ് ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്, HCOOH. ഇനി നമുക്ക് ഇതിന്റെ ഘടനാവാക്യം ഒന്ന് എഴുതിയാലോ. ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല, ഒരു കാർബൺ ഉണ്ട് അല്ലെ, ആ കാർബൺ നമുക്ക് എഴുതാം CO ഡബിൾ ബോണ്ട് OH, ഇവിടെ ഒരു H. ഇനി ഇതിന്റെ പേരെന്താണ്? മെത്തനോയിക് ആസിഡ് എന്നാണ് ഇതിന്റെ പേര്. എന്താ മെത്തനോയിക് ആസിഡ് എന്ന് പറയാൻ കാരണം? ഒരു കാർബൺ ആണുള്ളത് അല്ലെ. ഇതിനെ മെത്തനോയിക് ആസിഡ് എന്ന് പറയും. മലയാളംകാരും മെത്തനോയിക് ആസിഡ് എന്ന് മലയാളത്തിൽ എഴുതാട്ടോ. ഇനി ഇതിന്റെ ഒരു സാധാരണ നാമം, ഒരു കോമൺ നെയിം, മെത്തനോയിക് ആസിഡിനെ നമ്മൾ കോമൺ ആയിട്ട് ഫോർമിക് ആസിഡ് എന്ന് പറയും. ഫോർമിക് ആസിഡ്. ഇതൊക്കെ പഠിച്ചു വെക്കണേ. ഇനി അടുത്തത് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് എന്ന് പറയാൻ കാരണം എന്താ? 2 കാർബൺ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല, ഘടനാവാക്യം എഴുതാം. ആദ്യം നമുക്ക് COH എഴുതാം. ഈ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു CH3 ആണ്. അപ്പൊ CH3COOH. പേര് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ്. അതിന്റെ കോമൺ നെയിമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അസറ്റിക് ആസിഡ്. വിനാഗിരിയിലൊക്കെ ഉള്ള കണ്ടന്റ് ആണ് അസറ്റിക് ആസിഡ്. അടുത്തതായിട്ട് 3 കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലെ. COOH നമുക്ക് ആദ്യം എഴുതാം, COOH. ഇനി ഈ കാർബണിനോട് എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? CH3CH2 അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇങ്ങനെ എഴുതാം, CH2CH3. ഓക്കെ. അപ്പൊ CH3CH2COOH. എന്താ അതിന്റെ പേര്? പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ്. ഇനി ഇതിന്റെ സാധാരണ നാമം, ഇതിന്റെ ഒരു കോമൺ നെയിം ആണ് പ്രൊപ്പിയോണിക് ആസിഡ്. പ്രൊപ്പിയോണിക് ആസിഡ്. ഓക്കെ. അപ്പം ഈ 3 കാർബോക്സിലിക് ആസിഡിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കുക. അതിന്റെ IUPAC നാമവും കോമൺ നെയിമും പഠിച്ചു വെക്കുക. നമ്മൾ സാധാരണ കഴിക്കുന്ന പഴങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്ന കാർബോക്സിലിക് ആസിഡുകളെയാണ് നമ്മൾ ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുക. അതായത് ഓർഗാനിക് എന്ന് പറയുമ്പോൾ പ്രകൃതിദത്തമായിട്ടുള്ള എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ ഓർഗാനിക് ആസിഡ്സ് ഒക്കെ എന്തിലാണ് അടങ്ങിയിരിക്കുന്നത്? പഴങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്നത്. പല പേരിൽ അറിയപ്പെടുന്നുണ്ട് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്? സിട്രിക് ആസിഡ്, ഓക്സാലിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്, മലീക് ആസിഡ്. അപ്പൊ അതൊക്കെ എന്താണ്? ഓർഗാനിക് ആസിഡുകളാണ്. ഇനി കാർബൺ ആറ്റംസ് കൂടുതലുള്ള ഓർഗാനിക് ആസിഡുകളെ നമ്മൾ ഫാറ്റി ആസിഡുകൾ എന്ന് വിളിക്കും. ഫാറ്റി ആസിഡ്സ്. അപ്പൊ എങ്ങനെ നമ്മൾക്ക് ഓർത്ത് വെക്കാം ഇത്? ഫാറ്റ് എന്ന് പറയുമ്പോൾ നല്ല തടിച്ചത് അല്ലെ. എങ്ങനെ തടിക്കുക?
കുറേ കാർബൺ ആറ്റംസ് കൂടുതലാവുമ്പോൾ അതിങ്ങനെ തടിച്ച് വലുപ്പം കൂടി വരല്ലേ, അങ്ങനെ ആലോചിക്കുക. അപ്പൊ ഫാറ്റി ആസിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ആറ്റംസ് കൂടുതലുള്ള ഓർഗാനിക് ആസിഡുകളെയാണ് നമ്മൾ ഫാറ്റി ആസിഡുകൾ എന്ന് പറയാം. ഇനി 5 മുതൽ 8% വീര്യമുള്ള എത്തനോയിക് ആസിഡിന്റെ കോമൺ നെയിം എന്തായിരുന്നു? അസറ്റിക് ആസിഡ്. അപ്പം 5 മുതൽ 8% കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അസറ്റിക് ആസിഡിനെയാണ് നമ്മൾ വിനാഗിരി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരിയുടെ കോൺസെൻട്രേഷൻ എത്രയാണ്? ഇത്ര വീര്യമുള്ളൂ അല്ലെ? അപ്പം അത്രയും ആസിഡാണ് അതിൽ അടങ്ങിയിരിക്കുന്നുള്ളൂ. ഓക്കെ, 5 മുതൽ 8% വീര്യമേ ആ അസറ്റിക് ആസിഡിനുള്ളൂ. അതിനെയാണ് നമ്മൾ വിനാഗിരി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിനാഗിരി എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? എത്തനോൾ ഉണ്ടല്ലോ, നമ്മുടെ അസറ്റിക് ആസിഡ് അല്ല, എത്തനോളിനെ നമ്മുടെ വായുവിന്റെ സാന്നിധ്യത്തിൽ അസറ്റോബാക്ടർ എന്ന ഒരു ബാക്ടീരിയയുടെ സഹായത്തിൽ ഫെർമെന്റേഷൻ നടത്തുമ്പോൾ നമുക്ക് വിനാഗിരി കിട്ടും. എത്തനോളിനെ വായുവിന്റെ സാന്നിധ്യത്തിൽ അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയ ഉപയോഗിച്ച് ഫെർമെന്റേഷൻ നടത്തുക. ഈ ഫെർമെന്റേഷൻ നമ്മൾ വേറെ എവിടെ പഠിച്ചല്ലോ? ഏതിന്റെ നിർമ്മാണത്തിലാണ്? എത്തനോളിന്റെ നിർമ്മാണത്തിൽ അല്ലെ? ആരാണ് അവിടെ ഫെർമെന്റേഷൻ നടത്തുന്നത്? ഈസ്റ്റ് ആണ് അല്ലെ? വിനാഗിരിയുടെ നിർമ്മാണത്തിൽ ആരാണ് ബാക്ടീരിയ? അസറ്റോബാക്ടർ. ഓക്കെ, അപ്പൊ എത്തനോൾ എയറിന്റെ പ്രസൻസിൽ അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയയുടെ സഹായത്തോടെ ഫെർമെന്റേഷൻ നടത്തുമ്പോൾ നമുക്ക് വിനേഗർ കിട്ടും. നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് എത്തനോയിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണം നോക്കാം. എത്തനോയിക് ആസിഡ് എന്താണ്? ഓർമ്മയുണ്ടല്ലോ, അസറ്റിക് ആസിഡ് അല്ലെ? അസറ്റിക് ആസിഡ് ആണ് എത്തനോയിക് ആസിഡ്. ഇനി എത്തനോയിക് ആസിഡ് എങ്ങനെ ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്നത്? മെത്തനോളിന്റെ ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിപ്പിച്ച് മെത്തനോളിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക അല്ലെ? എന്തിന്റെ സാന്നിധ്യത്തിൽ? ഒരു ഉൽപ്രേരകത്തിന്റെ, ഒരു കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എത്തനോയിക് ആസിഡ് കിട്ടും. ഈ ഒരു റിയാക്ഷൻ പഠിച്ചു വെച്ചോ. CH3OH ആയിട്ടുള്ള മെത്തനോൾ പ്ലസ് CO ഗിവ്സ് CH3COOH എത്തനോയിക് ആസിഡ്. നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ? ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോയിക് ആസിഡ്, അസറ്റിക് ആസിഡ്. എന്തായിരുന്നു? റിയാക്ടൻസ് ആരൊക്കെയാണ്? മെത്തനോളും കാർബൺ മോണോക്സൈഡും. അപ്പൊ മെത്തനോൾ നമുക്ക് എഴുതാം CH3OH പ്ലസ് കാർബൺ മോണോക്സൈഡ് CO ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്, ഒരു ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തില്. റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്തനോയിക് ആസിഡ് കിട്ടും. എത്തനോയിക് ആസിഡ് CH3COOH. ഓക്കെ, അപ്പൊ ഇവിടെ CH3OH മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ COയും കൂടി ഇങ്ങോട്ട് വന്നു എന്ന് അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് CH3COOH ആയിട്ടുള്ള എത്തനോയിക് ആസിഡ് നമുക്ക് കിട്ടി. ഇനി എത്തനോയിക് ആസിഡിന്റെ കുറച്ച് ഉപയോഗങ്ങൾ, അതായത് അസറ്റിക് ആസിഡിന്റെ ഉപയോഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ, റയോണിന്റെ നിർമ്മാണം. റയോൺ എന്ന് പറയുന്നത് ഒരു ഫാബ്രിക് ആണ് അല്ലെ? ഒരു പോളിമർ ആണ്. അപ്പം റയോണിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. റബ്ബർ, സിൽക്ക് വ്യവസായത്തില് നമ്മൾ എത്തനോയിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെഡിസിനൽ യൂസസ് ഉണ്ട്, മരുന്നുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എത്തനോയിക് ആസിഡ് തന്നെയാണ് അല്ലെ അസറ്റിക് ആസിഡ്, അതായത് നമ്മൾ വിനേഗർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഹൗസ് ഹോൾഡ് യൂസസ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മൾ കോസ്മെറ്റിക്സിലും ഉപയോഗിക്കുന്നുണ്ട്. വളരെ ചെറിയ അളവിൽ നമ്മൾ കോസ്മെറ്റിക്സിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എത്തനോയിക് ആസിഡിന്റെ ഉപയോഗങ്ങൾ പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ കുറച്ചധികം കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചു എന്ന് തോന്നുന്നു അല്ലെ? അതായത് നമ്മൾ ടൈപ്സ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻസ് അല്ല, നേരെ മറിച്ച് ഓരോന്നിന്റെയും പ്രിപ്പറേഷനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ റിയാക്ഷൻസ് പഠിച്ചു. അപ്പം എസ്റ്ററുകളിൽ നമുക്ക് കുറച്ചും കൂടി പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എസ്റ്ററുകൾ നമുക്ക് അടുത്ത പാർട്ടിൽ
നമുക്ക് ഡിസ്കസ് ചെയ്യാം. എസ്റ്ററുകളുണ്ട്, പിന്നെ നമുക്ക് സോപ്പ്, ഡിറ്റർജൻ്റ് ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനും ഒക്കെ ആയിട്ട് കുറച്ചധികം പഠിക്കാനുണ്ട്. അപ്പം ഇത് ഈസി ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഈസി ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ പഠിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. നന്നായി എഴുതി എഴുതി പഠിക്കുക അല്ലെ. കെമിസ്ട്രി നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ അങ്ങനെ മാത്രമേ പഠിക്കാനുള്ളൂ, വേറെ എളുപ്പവഴിയൊന്നുമില്ല. പക്ഷെ എഴുതി പഠിച്ചാലോ ഏറ്റവും എളുപ്പമുള്ളൊരു ഒരു ബ്രാഞ്ചായിട്ട് നമുക്കിത് തോന്നുകയും ചെയ്യും. ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആയിട്ട് ഈ ലാസ്റ്റിലത്തെ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഫെയിൽ ചെയ്യാൻ തുടങ്ങും കേട്ടോ. അപ്പം നന്നായിട്ട് എഴുതി പഠിക്കുക. നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യണം യൂസ്ഫുൾ ആണ് എന്നുണ്ട്. പിന്നെ അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.